ബബബ സിനിമയുടെ സെറ്റിലേക്ക് ഇപ്പോൾ ലാലേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ലൊക്കേഷനിൽ നിന്നൊരു പിക്കും പുറത്തു വന്നിരിക്കുകയാണ്. ജൂലൈ 4-ന് ലാലേട്ടൻ സിനിമയുടെ സെറ്റിലേക്ക് ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെ വന്നത്. ഈ ഒരു ലൊക്കേഷൻ പിക്കിൽ ലാലേട്ടന് കിടിലൻ ലുക്ക് തന്നെയാണ് കാണുന്നത്. അതുപോലെ നേരത്തെ വന്ന റൂമറുകൾ പ്രകാരം കറുത്ത ഷർട്ടും കറുത്ത മുണ്ടും അണിഞ്ഞ ലാലേട്ടനെ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ട് ഒരു ഗോഡൗൺ ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ റൂമറുകളിൽ പറഞ്ഞ പോലെ ആ ഒരു ഗോഡൗൺ ഫൈറ്റ് തന്നെയായിരിക്കാം ഇവിടെ ചിത്രീകരിക്കുന്നത്. നേരത്തെ പല വീഡിയോയിലും പറഞ്ഞതുപോലെ ബബബ സിനിമയുടെ ഫൈനൽ ഷെഡ്യൂളാണിത്. 10 ദിവസത്തെ ഷൂട്ടിംഗ് ആയിരിക്കാം ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ ഉണ്ടാവുക. ഇപ്പോൾ ലാലേട്ടൻ്റെ ലുക്കും കൂടി പുറത്തു വന്നപ്പോൾ ബബബ സിനിമയുടെ ഹൈപ്പ് ഇരട്ടിയായിരിക്കുകയാണ്. ബബബ സിനിമയുടെ ഒഫീഷ്യൽ ടീസറും മറ്റന്നാൾ വരുന്നുണ്ട്. റിലീസ് ചെയ്ത് ആദ്യ ദിനം പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ ബബബ സിനിമ ദിലീപിൻ്റെ കരിയർ ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് മാറാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അനൂപ് മേനോൻ ലാലേട്ടൻ പടം ഡ്രോപ്പ് ആയിട്ടില്ലെന്ന് അനൂപ് മേനോൻ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുകയാണ്. അത് നെക്സ്റ്റ് ഇയറേ സംഭവിക്കും. കൊൽക്കട്ടയിലെ ദുർഗാപൂജ ആണ് അതിന്റെ ഒരു പ്രധാന സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് കൊൽക്കട്ട. അതുകൊണ്ട് 20 ഡേ ഷൂട്ട് ആ ഫെസ്റ്റിവലിലുണ്ട്. അതൊരു മറ്റൊരു പ്രൊഡക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. 5 പാട്ടുകളുള്ള 3 ഫൈറ്റുകളുള്ള ഇറ്റ്സ് എ ബിഗ് ഫിലിം. ബഡ്ജറ്റ് വളരെ വലുതാണ്. ഇത്രയും പാട്ടുകളും സ്ക്രിപ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഒരു റൊമാൻറ്റിക് ഡ്രാമ ആയിരിക്കും അനൂപ് മേനോൻ ലാലേട്ടനെ വെച്ച് സംവിധാനം ചെയ്യാൻ പോകുന്നതെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ഇപ്പോൾ അനൂപ് മേനോൻ പറയുന്നു സിനിമയിൽ 3 ഫൈറ്റുകളും അതുപോലെ 5 പാട്ടുകളൊക്കെ ഉണ്ടെന്ന്. സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസും ചേഞ്ച് ആയിട്ടുണ്ട്. അടുത്ത വർഷമായിരിക്കും ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ബിഗ് ബജറ്റ് ഫിലിമായിരിക്കും. കൊൽക്കത്തയിലെ ദുർഗാപൂജ ഫെസ്റ്റിവലിലാണ് സിനിമയുടെ പ്രധാനപ്പെട്ട സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത്. സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് പ്രോഗ്രസിംഗ് ആണെന്നും അനൂപ് മേനോൻ പറയുന്നുണ്ട്. അനൂപ് മേനോൻ്റെ തിരക്കഥയിൽ ലാലേട്ടൻ്റെ പകൽ നക്ഷത്രങ്ങൾ എന്ന ഒരു ഗംഭീര സിനിമ വന്നതാണ്. ഈ ഒരു സിനിമയിൽ ലാലേട്ടൻ കൽപ്പനയോട് സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കാണാറുണ്ടായിരുന്നു. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തന്നെയാണ് പകൽ നക്ഷത്രങ്ങൾ. അനൂപ് മേനോൻ ലാലേട്ടൻ കോംബോ വീണ്ടും ഒന്നിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യൂ.